നിങ്ങൾ വചനങ്ങൾ കേൾക്കുമ്പോഴേ കർത്താവ് നമ്മൾ സംസാരിക്കുന്നവർക്ക് കണ്ണുനീരോടെയും ആന്തരിക സന്തോഷത്തോടെയും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്ന നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അങ്ങ് ഇടപെടുന്നതിനോർ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, വാഗ്ദാന പേടകമായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കാ 1:34. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ ഞാൻ വീട് വെക്കും? എനിക്ക് സ്ഥലം പോലും ഇല്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. കൃപാസനം കിണറ്റിൽ വെള്ളം നിറയണതെല്ലാം പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? എന്താ കാര്യം എന്നറിയാമോ? സംഭവിക്കാൻ സാധ്യതയില്ലാത്തതൊക്കെ സംഭവിക്കുമ്പോൾ ആ സംഭവങ്ങളെല്ലാം സംഭവിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അത്യുന്നതിൻ്റെ ശക്തിയുടെ അടയാളങ്ങളാണതെല്ലാം. കൃപാസനത്തിൽ അത്ഭുതം നടക്കണില്ല. ഇതൊന്നും നമ്മൾ അത്ഭുതമായിട്ട് തരം താഴ്ത്തണമില്ല. നമ്മൾ അന്വേഷിക്കണത് എന്താ? അടയാളങ്ങളാണ്. എന്തിൻ്റെ അടയാളങ്ങളാണ്? ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ. എല്ലാ അടയാളങ്ങളും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവഭരണത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം തൻ്റെ ജനത്തെ നയിച്ച് ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ദൈവഭരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവ മനസ്സിന് അനപേക്ഷണമായി സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന കൈക്കാലം വെച്ചുകൊണ്ട് ഞാൻ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കും, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് അമ്മ ചോദിച്ച ചോദ്യം തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? എങ്ങനെയാണ് ഞാൻ അത്യുന്നതൻ്റെ ശക്തി ആവഹിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടപ്പോൾ ഒരു ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു മോളുടെ സാക്ഷ്യം കേട്ടായിരുന്നു, ഇല്ലയോ? അപ്പോൾ RTO എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എന്താ എനിക്ക് തോന്നിയെന്നറിയാവോ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളെ ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്യണമെന്ന് പറയും, അല്ലേ? നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ട് ഇവിടെ തരുന്ന വെഞ്ചരിച്ച കാശുരൂപമാണ്. കാശുരൂപമെല്ലാം വെഞ്ചരിക്കുന്നത് സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വിധിപ്രകാരമാണ് കാശുരൂപമെല്ലാം ദൈവനാമത്തിൽ വെഞ്ചരിച്ചിരിക്കുന്നത്. ഉടമ്പടി കാശുരൂപം വെഞ്ചരിക്കുന്ന അഭിഷേകത്തെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉടമ്പടി ചെയ്ത വ്യക്തി ഉടമ്പടി വാഗ്ദാന പ്രകാരം ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ള വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാന പ്രകാരം ദൈവമേ, നിൻ്റെ സാന്നിധ്യം എവിടെയായാലും ഉടമ്പടി ചെയ്ത മക്കളുടെ കൂടെ നീ സഞ്ചരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? ഇന്നലെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും എനിക്കറിയാത്ത ആരെങ്കിലും ഒരാളുണ്ടാവും എന്നെ സഹായിക്കാനെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞ അവസാനത്തെ സാക്ഷ്യമാണ്, ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയാത്ത ആരെങ്കിലും ഒരാളുണ്ടാവും എന്നെ സഹായിക്കാൻ. നീ അറിയാത്ത ഒരാൾ, അതാരായിരിക്കും? നീ അറിഞ്ഞ ആൾ തന്നെയായിരിക്കും, അമ്മയുടെ ദൂതനായിരിക്കും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു, പേപ്പർ ലോണിൻ ഡോക്യുമെന്റേഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വിദേശ ജോലികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അതിന്റെ വർക്കിംഗ് പ്രോസസ്സുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത മേഖല എവിടെ പോയാലും അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ദൂതനെ അയച്ച് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് സംരക്ഷിക്കുന്നതിനോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. പക്ഷെ കാശുരൂപമൊക്കെ ഓർക്കുക, കാശുരൂപം ദൈവമൊന്നും അല്ല കേട്ടോ. അതായത് അതൊരു മാധ്യമമാണ്. എന്തിൻ്റെയാണ്? നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സംലഭ്യമാക്കാനുള്ള, വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളൊരു മീഡിയമാണ് ശരിക്കും. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു.
അങ്ങനെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും യേശുനാമത്തിലാണ് നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നത്. നീ അത് ചെല്ലുമ്പോഴേ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം നീ അത് ഉപയോഗിക്കാൻ. വെറുതെ കൈ പിടിച്ചല്ല ഉപയോഗിക്കേണ്ടത്, വിശ്വാസ പ്രമാണം ചൊല്ലി വേണം. അപ്പോൾ അത് എന്ത് ചെയ്യും? നിങ്ങളും കർത്താവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവം അവന് മരിച്ചവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം. അത് കാരണം ഉപ്പിടുമ്പോൾ നമ്മൾ വെള്ളമില്ലാത്ത കിണറ്റിൽ നമ്മൾ ഉപ്പിടണത് എന്താണ്? വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഇടണത്, അല്ലാതെ മന്ത്രമൊന്നും അല്ല. അത് കേട്ടിരിക്കണവനൊക്കെ അന്ധവിശ്വാസമെന്ന് തോന്നും, പക്ഷേ വിശ്വാസിക്ക് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണത്. സുവിശേഷവിഹിതമായ വിശുദ്ധ പാരമ്പര്യപ്രകാരമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതം. ഇതെങ്ങനെ എത്ര പവർഫുള്ളായിട്ട് നിനക്ക് വിശ്വസിച്ച് അതിന് ആന്തരിക ബോധ്യത്തോടു കൂടി ഇത് പ്രഖ്യാപിക്കാൻ കഴിയുന്നു, അതിനാനുപാതികമായിട്ടായിരിക്കും നിൻ്റെ അനുഭവങ്ങളാണ്. കാര്യം ഓരോ മനുഷ്യൻ്റെ വിശ്വാസ നിലവാരമനുസരിച്ചായിരിക്കും അനുഭവങ്ങളെന്ന് CCC കാത്തലിക് ചേർച്ചിൽ സഭയുടെ പഠനമുണ്ട്. അപ്പം നമ്മൾ കൃപാസനത്തിൽ എന്താ ചെയ്യണത്? ജനങ്ങൾ എന്ത് സങ്കടങ്ങൾ വന്നാലും അവരുടെ വിശ്വാസ നിലവാരം ഉയർത്താൻ നോക്കും. അതാണ് ഞങ്ങൾ ടെക്നിക്കലായിട്ട് ചെയ്യണത്. നിങ്ങളുടെ വിശ്വാസ നിലവാരം ഉയർത്തി അത്യുന്നതൻ്റെ ശക്തിയെ നിങ്ങൾ വിചാരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ആവസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഒരുക്കുകയാണ്. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണം. നമ്മൾ ഉടമ്പടി ആകുമ്പോൾ പക്ക സീൽഡ് പ്രെയറാണ്. കാര്യം അത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതെല്ലാം പഠിച്ചും പ്രാർത്ഥിച്ചും എല്ലാം റെഫർ ചെയ്താണത് പരമാവധി ദൈവം നമുക്ക് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പം എൻ്റെ മക്കൾ അതനുസരിച്ച് കൊണ്ട് അത്യുന്നതൻ്റെ ശക്തിയെ ആവസിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഞാൻ അത്യുന്നതൻ്റെ ശക്തിയെ ആവസിപ്പിക്കുന്നതിന് മാതൃകയാക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്, അല്ലേ? നമ്മൾ കൃപാസനത്തിൽ അത്യുന്നതൻ്റെ ശക്തിയെ ആവസിപ്പിക്കാൻ വേണ്ടി മാതൃകയാക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടിയെ മരിയൻ ഉടമ്പടി എന്ന് നമ്മൾ വിളിക്കുന്നത്. അമ്മ എന്താണ് ചോദിച്ചത്? ലൂക്കാ 1:34 ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ, അത് സംഭവിക്കാത്ത കാര്യമാണിത്. ഞാൻ വിവാഹിതയായി ജീവിക്കാൻ ആഗ്രഹിക്കണമെന്നില്ലെന്ന് പോലും അതിൻ്റെ അർത്ഥമുണ്ട്. ഏകസ്ഥയായി സമർപ്പിതയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുള്ള ആ അർത്ഥം പോലും അതിലുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം അതിനുള്ള മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാ ലൂക്കാ 1:35. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? പഴയ നിയമകാലം തൊട്ട് പറഞ്ഞിട്ടുള്ള അത്യുന്നതൻ്റെ ശക്തി. സംഗീതം പറഞ്ഞില്ലേ, അത്യുന്നത ശക്തി ആവസിക്കാത്തതാണ് എൻ്റെ ദുഃഖമെന്ന്. മനുഷ്യരാശിയുടെ മുഴുവൻ ആത്യന്തികമായ ദുഃഖത്തിൻ്റെ കാരണമായ ആത്മാവില്ലാത്തതിൻ്റെ ദുഃഖം അതിതോടുകൂടി തീരുകയാണ്. ആത്മാവ് തിരിച്ച് മനുഷ്യന്റെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുന്നു. കൈ അടിച്ചു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് അത്യുന്നതന്റെ ശക്തിയെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദിവ്യകാരുണ്യത്തിന് ആരാധനയെ എന്ത് ദുഃഖമുണ്ടായാലും രോഗമുണ്ടായാലും, നിനക്കൊരു രോഗം വരുമ്പോൾ ഏത് ഡോക്ടറിനെ കാണണമെന്ന് നീ അങ്കലാപ്പിലായാലും, ഏത് ആശുപത്രി പോകണമെന്ന് നീ അങ്കലാപ്പിലായാലും, സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ ആരെ ആശ്രയിക്കണം, എന്ത് ചെയ്യണമെന്ന് അങ്കലാപ്പിലായാലും, അപ്പോഴൊക്കെ എന്താ സംഭവിക്കണത്? നിൻ്റെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കണം അങ്കലാപ്പ് വരുമ്പോൾ, അല്ലേ? അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അതിന് ശക്തി ആവശ്യപ്പിച്ചെടുക്കുകയാണ്. രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ, രാത്രി ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ, നടുക്ക് കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ നീ യേശുനാമത്തിൽ ചെയ്യുമ്പോൾ എല്ലാം നിനക്ക് എന്താ സംഭവിക്കണത്? യു ആർ ഗെറ്റിംഗ് എംപവർഡ്.
നിനക്ക് ശക്തി ലഭിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ബോധ്യമുണ്ടാകണം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിബന്ധനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താണ് മറുപടി പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. തീർന്നില്ല, പിന്നെയും പറഞ്ഞു, എന്താ? അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ലൂക്കാ 1:38. ശ്രദ്ധിക്കണം. അത്യുന്നതന്റെ ശക്തി നിന്നെ ആവശ്യിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ മറുപടി പറഞ്ഞത്? എല്ലാരും പറ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതിൽ നിന്ന് മനുഷ്യരാശിക്ക് എന്താണ് കിട്ടിയത്? അതൊരു താക്കോൽ വചനമാണ്. മനുഷ്യരാശിയുടെ എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും അടഞ്ഞ വാതിലെല്ലാം തുറക്കുന്ന വാതില്. അവൻ തുറന്നാൽ ആരും പൂട്ടത്തില്ല, അവൻ പൂട്ടിയാൽ ആരും തുറക്കത്തില്ല എന്ന് പറഞ്ഞ വാതിലാണ് ഇപ്പോഴും മനുഷ്യരാശി മുമ്പിൽ തുറക്കുന്നത്. കൈ അടിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അത്യുന്നതന്റെ ശക്തിയാൽ ഞങ്ങളെ മുദ്രയിടുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോഴമ്മ അത്യുന്നതന്റെ ശക്തി ആവസിക്കാൻ അമ്മ നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന പോംവഴി എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണത്. സ്വർഗസ്ഥനായ പിതാവ് പിന്നീട് കർത്താവ് പഠിപ്പിക്കത്തില്ലേ? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയാകണമേ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം എന്താണ്? ഈ സ്വർഗസ്ഥനായ പിതാവ് പോലും നമ്മളെ വചനം പാലിച്ച് അത്യുന്നതന്റെ ശക്തി ആവസിപ്പിച്ചിട്ട് വാഗ്ദാന പേടമാക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ പ്രാർത്ഥനയാണ്. കൈ അടിച്ച് കർത്താവ് അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞ മുറിവും ചെല്ലും. എല്ലാം എന്താണ്? ഉടമ്പടി പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവ് ഉടമ്പടി പ്രാർത്ഥനയാണ്, നന്മ നിറഞ്ഞ മറിയവും ഉടമ്പടി പ്രാർത്ഥനയാണ്. എന്തിനുള്ള പ്രാർത്ഥനയാണ്? അത്യുന്നതന്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സഭ സ്വാംശീകരിച്ചെടുത്ത ഫോർമുല, സൂത്രവാക്യ പ്രാർത്ഥനകളാണിതെല്ലാം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അപ്പോഴമ്മ പറയുന്ന വാക്കാണ് അത്യുന്നതന്റെ ശക്തി ആവസിപ്പിക്കാനുള്ള മാർഗമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസിയായിരിക്കുക. അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൻ്റെ ഭരണത്തിൻ്റെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിന് കീഴിൽ ജപിക്കുമ്പോൾ നമ്മളെ കർത്താവിന് ദാസനാകും, ദാസിയാകും. അപ്പോഴാണ് അത്യുന്നത ശക്തി ആവസിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പേര് കവിതയാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയുന്നത് 2024 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഗൾഫിലാണ്, ഞാൻ നേഴ്സാണ്, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് മെയ് മന്ത് ഞാൻ വെക്കേഷൻ വന്നപ്പം എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് റൈറ്റ് സൈഡ് ബ്രസ്റ്റിന്
ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ അത് മുമ്പേ ഉള്ളതാ, പക്ഷേ എനിക്ക് അതിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാനൊക്കെ എടുത്തപ്പം സ്കാന് അത് അബ്നോർമലായിട്ടാണ് വന്നത്. അപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു നമുക്കിപ്പോൾ ഒരു ബയോപ്സി കൊടുക്കണം, ബയോപ്സി കൊടുത്തിട്ട് നോക്കാം അതെന്താണെന്ന് നോക്കാമെന്ന് ഡോക്ടർ പറയുമായിരുന്നു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ബയോപ്സിയൊക്കെ കൊടുത്തു. ബയോപ്സിയൊക്കെ കൊടുത്തിട്ട് പിന്നെ 7 ദിവസത്തിൽ ആ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് എനിക്ക് 42 ദിവസമായി ലീവ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് വേളാങ്കണ്ണി പോകുന്നതും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു, അവിടെ പോകുന്നതും എല്ലാമായിരുന്നു. പക്ഷെ ഞാൻ ഈ റിപ്പോർട്ട് മേടിക്കാൻ പോയില്ലായിരുന്നു, പോകാനും സമയം കിട്ടിയില്ല, ഞാനും പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ സ്കൂൾ ഓപ്പണിംഗ് ആയി. അപ്പോൾ പിന്നെ പിള്ളേർ സ്കൂളിൽ പോകാറായി. പിന്നെ അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒരു 4 ദിവസം ഉണ്ടായിരുന്നു എൻ്റെ ലീവ് കഴിയാറ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഞങ്ങൾ പോയി ആ റിപ്പോർട്ട് മേടിച്ചായിരുന്നു. ആ റിപ്പോർട്ട് മേടിച്ചപ്പോഴാണ് അറിയുന്നത് എനിക്ക് ക്യാൻസറാണ്, അത് ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം എൻ്റെ ലീവ് കഴിഞ്ഞു. എനിക്കൊരു 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ 3 മാസം വേണം, 3 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്താലേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുമായിരുന്നു. അപ്പം ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. എനിക്കപ്പം കൃപാസനത്തെക്കുറിച്ചോ കൃപാസനത്തെ മാതാവിനെക്കുറിച്ചോ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചോ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ തമിഴ്നാടായത് കാരണം ഞങ്ങൾക്ക് ഇവിടത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ഫാമിലിയും ആർക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പം തന്നെ ഗൾഫിലോട്ട് പോയി. എൻ്റെ ലീവ് കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞ് എനിക്കിങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടണം, ഞാൻ ലീവ് കിട്ടി എങ്ങനെ ഞാൻ നാട്ടിൽ പോകണം, എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ 42 ദിവസം ലീവ് കഴിഞ്ഞ് വന്നതാ, അപ്പം പെട്ടെന്ന് ലീവ് തരാൻ പറ്റത്തില്ല എന്ന് അവർ പറയുമായിരുന്നു. അപ്പം തന്നെ ഞാൻ ഈ റിപ്പോർട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സുകൾ വേറെ സ്ഥലത്തിൽ ജോലി ചെയ്യുമായിരുന്നു, അവർ മലയാളിയായിരുന്നു, ആ പിള്ളേർക്ക് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എൻ്റെ പേര് കട്ട് ചെയ്തിട്ട് അവർക്ക് എൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എന്നോട് വിളിച്ച് പറയുമായിരുന്നു ചേച്ചി ഇതാരാന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ റിലേറ്റീവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയുമായിരുന്നു ചേച്ചി ഒന്നും പേടിക്കല്ലേ, അവിടെ നിങ്ങൾ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞാൽ മതി ചേച്ചി, കൃപാസനത്തിൽ പോയിട്ട് ഈ റിപ്പോർട്ടൊക്കെ കൊണ്ട് അച്ഛനെ കാണണം, അച്ഛൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇത് പൂർണ്ണ സുഖം കിട്ടും എന്നവർ പറയുമായിരുന്നു. അപ്പം എൻ്റെ 2-3 ഫ്രണ്ട്സുകൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ തിരിച്ച് എന്നെ ഒരു ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ശരിക്കും ഈ റിപ്പോർട്ട് വേറെ ആരുടെയും ഇല്ല, ഇതെൻ്റെ റിപ്പോർട്ടാണ്, എനിക്കാണ് ഇങ്ങനെ വന്നേക്കുന്നത് എന്ന് ഞാൻ കരഞ്ഞ് പറയുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നീ കരയല്ലേ ചേച്ചി ആണെങ്കിൽ കൃപാസനത്തിൽ പോയാൽ മതി, ചേച്ചിക്കെല്ലാം ശരിയായി കിട്ടുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം തന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ലീവിൻ്റെ ഇതും കിട്ടത്തില്ലായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, ലീവ് തരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു നിങ്ങൾ എക്സിറ്റിൽ പോകണം എന്ന് പറയുമായിരുന്നു. അങ്ങനെ എക്സിറ്റ് വേണോ വേണ്ടോ എന്നിരിക്കുന്ന സമയമാണ് എൻ്റെ ഫ്രണ്ട് പറയുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തമ്മ എനിക്ക് നിങ്ങൾ ആരെന്ന് പോലും അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ലീവ് കിട്ടണേ, ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോണേ, എനിക്ക് 3 ചെറിയ പിള്ളേരാണ്, അത് കാരണം അമ്മ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയം തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അവർ തന്നെ വിളിച്ച് പറയുക നിങ്ങൾ ലീവ് എടുത്തോളൂ, നിങ്ങൾ ലീവ് പൊയ്ക്കോ, പ്രശ്നമില്ല, എക്സിറ്റിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് ഇട്ടായിരുന്നു. ടിക്കറ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിനോട് വിളിച്ച് പറഞ്ഞു നിങ്ങളെല്ലാവരും കൊച്ചിയിലോട്ട് വരാനായിട്ട്. അപ്പം കൊച്ചി എയർപോർട്ടിലോട്ട് വന്നവർ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ കൃപാസനം വന്ന് എത്തിയായിരുന്നു.
കൃപാസനം വന്ന് എത്തിയപ്പോൾ തന്നെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ആദ്യം ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു, ഉടമ്പടി ഇല്ലായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴും എനിക്കൊരു പേടിയാണ്, എന്തായാലും എനിക്ക് ഈ അസുഖമായത് കാരണം ഞാൻ ജീവിക്കാൻ പറ്റുമോ, ഞാൻ ചത്തുപോകും എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിറ്റേ ദിവസം ഉടമ്പടി എടുത്തു. അച്ഛനെ ഉടമ്പടി എടുത്തുകൊണ്ട് താഴെ വരുന്ന സമയം അവിടെയാണെങ്കിൽ ഉടമ്പടി എടുത്ത ഇടത്തിൽ ആ സിസ്റ്ററാണെങ്കിൽ പറഞ്ഞു, പഠിക്കുന്ന പിള്ളേർ ഫ്രണ്ടിലോട്ട് വന്നേര്, ഈ തുണ്ടെടുക്കാൻ പറഞ്ഞു. അപ്പം എല്ലാവരും എടുത്തു. ഞാൻ അവിടെ പുറകിൽ നിൽക്കുമായിരുന്നു. ആ സിസ്റ്റർ എന്നെ വിളിച്ച്, മോളെ ഇതൊന്ന് എടുത്തേരുന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു. അതിൽ എനിക്ക് കിട്ടിയത് മാതാവാണ്. അപ്പം ആ സിസ്റ്റർ പറഞ്ഞു, മോൾ എന്ത് വിചാരിച്ചുകൊണ്ടാണ് നീ ഈ ഉടമ്പടി എടുത്തതോ അതിന് നിനക്ക് സാധിച്ചു കിട്ടും മോളെ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞു. അപ്പം തന്നെ ആ സിസ്റ്റർ പറഞ്ഞു, മോളെ എന്നോട് കരയല്ലേ, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചേര്, നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് ആ സിസ്റ്റർ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടു അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അച്ഛൻ വേറെ എൻ്റെ അടുത്തുള്ളവരോടൊക്കെ സംസാരിച്ചായിരുന്നു, എന്നോടും ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞങ്ങൾ പോയപ്പോൾ പിന്നെ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഡോക്ടേഴ്സ് സർജറിയുടെ കാര്യങ്ങളെല്ലാം അവർ ഡിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, സർജറി ചെയ്ത് കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്തെന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, അതിന് മുമ്പ് ഒന്നും അറിയത്തില്ല, എന്തായാലും 3 മാസം എടുക്കത്തുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് കിട്ടുന്ന ലീവ് ഒരു 25 ദിവസമേ അവർ തരത്തുള്ളൂ, 1 മന്ത് എന്തായാലും നീട്ടിക്കുക, അത്രയേ ഉണ്ടായിരുന്നത്. അപ്പം സർജറി സമയത്തും ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അറിയത്തില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയത്തേ ഇല്ലായിരുന്നു. അപ്പോൾ പിള്ളേർ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരാണ് നോക്കിയത്. അവർക്കറിയാം എനിക്കൊരു ചെറിയ മുഴയെന്ന് മാത്രമേ അറിയത്തുള്ളൂ, ഇങ്ങനെ ക്യാൻസർ എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഹോസ്പിറ്റലിലോട്ട് പോയി. ഞങ്ങൾ അഡ്മിഷനായപ്പം ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ പേടിക്കല്ലേ, നമ്മൾ കൃപാസനത്തിൽ പോയതാ, ഉടമ്പടി എടുത്തതാ, ഉടമ്പടി കാശ് രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്, ദൈവത്തിനെ മുറുകെ പിടിച്ചോ, അതിനില്ലാതെ ഒന്നും വരത്തില്ല എന്ന് ഹസ്ബൻഡിന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനും ഓക്കെ എന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുക. ആ സമയത്ത് ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. എൻ്റെ അമ്മയാണ് വരുന്നത് എൻ്റെ സ്വപ്നത്തിൽ. ഭയങ്കര ഒരു പ്രകാശമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഒരു പ്രകാശം എൻ്റെ ജീവിതത്തിന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടു. അപ്പം എനിക്ക് എൻ്റെ എൻ്റെ അമ്മ മരിച്ചിട്ട് 5 കൊല്ലമായി. അപ്പം ഞാൻ പിന്നും പേടിച്ചു, അയ്യോ എൻ്റെ അമ്മേനല്ലേ ഞാൻ കണ്ടത്, അപ്പം ഞാൻ മരിച്ചു പോവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കരയല്ലേ, നീയല്ലേ പറഞ്ഞത് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മമാതാവ് കൂടെ ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞു, നീ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സർജറി ആയിരുന്നു. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കര ഉള്ളതാണ് എൻ്റെ വീട്ടിൽ. 20-25 ലക്ഷത്തിനോളം എനിക്ക് കടങ്ങളാണ്, വീട്ടു ലോണും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം എങ്കിലും എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ അടുത്തേ ഉണ്ടായിരുന്നു, വേറെ പൈസയുടെ കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ സർജറിയിൽ പോകുന്ന സമയം ഹസ്ബൻഡാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് തൈലം പുരട്ടി തന്ന് കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, കാശ് രൂപം തിയേറ്ററിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു. തിയേറ്ററിനകത്ത് പോയപ്പോൾ തന്നെ അവിടെ ഡോക്ടർ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഡോക്ടേഴ്സ് എന്നോട് പറയുമായിരുന്നു, മോളെ നീ നല്ലതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ, ദൈവം അറിയാതെ ഒന്നും വരത്തില്ല, നിനക്കൊന്നും വരത്തില്ല മോളെ, നീ നല്ലതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അപ്പം അങ്ങനെ പറയുന്ന സമയം എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സർജൻ വരുമായിരുന്നു. സർജൻ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് അവർ എൻ്റെ നെറ്റിൽ കുരിശ് വരയുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊന്ന് അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ദൈവമേ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. സർജറി ആണെങ്കിൽ 5.5 മണിക്കൂറായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവ് മാത്രമേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറ്റി ഐസിയുലോട്ടാക്കിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ തിരിച്ച് വേറെ MRI എടുക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു.
അപ്പം തന്നെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുമോ, എനിക്ക് വിളിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ വിളിച്ച് തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ കാശി രൂപം കൊണ്ട് ഒന്ന് അകത്ത് വരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ആ കാശി രൂപം കൊണ്ട് അകത്ത് വരുമായിരുന്നു. തൈലവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പള്ളിയിൽ പോകുന്നതല്ല, പ്രാർത്ഥിക്കത്തില്ല, കൊന്ത ചൊല്ലത്തില്ല, ഒന്നും ചൊല്ലത്തില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. അവരകത്ത് വരുമായിരുന്നു. വന്നിട്ട് എൻ്റെ കാശി രൂപ എൻ്റെ തലയിനകത്ത് അവിടെ മേളി വയ്ക്കുമായിരുന്നു. പിന്നെ തൈലം പുരട്ടി തരുമായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുക, വേണ്ട, സ്കാനൊന്നും എടുക്കണ്ട, നമുക്ക് 1 അവർ കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. പിന്നെ എനിക്ക് ആ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എവിടെ പോയി എന്നറിയത്തില്ല, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിലോട്ട് മാറ്റിയപ്പോഴാണ് എനിക്ക് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. 6 ലക്ഷം രൂപയുടെ അടുത്ത് ബില്ല് വരുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, ഓക്കെ, ഞാൻ നാളെ വേറെ ആരോട് അവർ ചോദിച്ചിട്ടുണ്ട്, തരുമോയെന്ന് അറിയത്തില്ല, ഞാൻ പോയി നോക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കാശി രൂപം കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ചേട്ടൻ നീ ചെന്ന് ചോദിച്ചേര്, നിനക്ക് കിട്ടും, കിട്ടാതിരിക്കത്തില്ല, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചേട്ടന് കയ്യിൽ കാശിരൂപം പിടിച്ചിട്ട് ഉപ്പൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചപ്പം അവർ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് പറഞ്ഞ് ഇവക്ക് വയ്യാതായി ഹോസ്പിറ്റലാണ്, ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 6 ലക്ഷം രൂപ അവരെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലെടുത്ത് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വന്ന് ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെയാണ് എൻ്റെ റിപ്പോർട്ട് വരാനാവുന്നത്. റിപ്പോർട്ട് വന്നാലേ അറിയത്തുള്ളൂ എനിക്ക് ഹീമോ വേണോ റേഡിയേഷൻ വേണോ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനപ്പോൾ ഞങ്ങൾ എന്നും ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഞങ്ങളൊന്ന് രക്ഷിക്കണേ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, ദൈവമേ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമെന്ന് അമ്മമാതാവിനോട് അങ്ങനെ കരച്ചിലും പ്രാർത്ഥനയുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് വരുവാ. എനിക്ക് റിപ്പോർട്ട് നോർമലാണ്, അതിലൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഡോക്ടർ പറയുമായിരുന്നു കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, ഏതും വേണ്ട, ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി, അതൊരു പ്രിക്കോഷനായിട്ട് നിങ്ങൾ ആ ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പൂർണ്ണ സുഖം കിട്ടി. ഇതിന് അമ്മമാതാവ് ഇടപെട്ടില്ലെങ്കിൽ, ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് സത്യത്തിന് സുഖം കിട്ടത്തില്ല, അത് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കഴിയുന്ന സമയം എൻ്റെ ജോലിയുടെ പ്രശ്നം അടുത്ത് വരുക. എൻ്റെ 42 ദിവസം ലീവ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 30 ദിവസം എടുത്ത്. അപ്പോൾ അവരവിടെ നിന്ന് പറയുക, ഇനി റീഎൻട്രി വിസ തരത്തില്ല, നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം തന്നെ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ട് അവൾ സർജറിയൊക്കെ കഴിഞ്ഞതാ, അവൾക്ക് എണിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല, അപ്പം അവളിവിടെ വേണ്ട, ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മമാതാവോട്, അമ്മമാതാവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ അമ്മമാതാവേ, ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അപ്പം തന്നെ എനിക്കാണെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് ഇടാൻ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ഇട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ടിക്കറ്റ് അവർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. റീഎൻട്രി വിസ വന്നു കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പം ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിളിനകത്ത് എഴുതി വയ്ക്കുമായിരുന്നു, അമ്മേ എൻ്റെ പ്രശ്നം ഇതാണ്, അമ്മ എൻ്റെ കൂടെ വരണേ, എനിക്ക് അമ്മ ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഒരാഴ്ച സമയം ഞാൻ ഡേറ്റ് ഇട്ടിട്ടാണ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും ഞാൻ കാശി രൂപ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും വീട്ടിൽ ഇവരൊക്കെ കിടന്ന് ഉറങ്ങുക, ഞാൻ എപ്പോഴും പാതിരാത്രി എഴുന്നേച്ചിട്ടുണ്ട് ബൈബിൾ പഠിക്കുന്നതും കാശി രൂപ എടുക്കുന്നതും പ്രാർത്ഥിക്കുമായിരുന്നു. 3 ദിവസം ആയപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ നിനക്കിങ്ങോട്ട് വരാം, നിനക്ക് റീഎൻട്രി വിസ ആയി, എല്ലാം ആയി, എത്ര പെട്ടെന്ന് ടിക്കറ്റ് ഇട്ട് വരാൻ പറ്റുമോ, നീ വന്നേരെന്ന്. അത് ഒരിക്കലും സാധിക്കത്തില്ല, അത് എനിക്കറിയാം. അമ്മ മാതാവ് അതിന് ഇടപെട്ടത് കാരണം മാത്രമാണ് അതങ്ങനെ സാധിച്ചതെന്ന് എനിക്കറിയാം. പിന്നെ 1 മാസം പോലും ആയില്ല, ഇത്ര വലിയ സർജറി കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയില്ല, ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോയി ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു. എനിക്ക് ഏതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോന്മാർ 2 പേരും, അവനാണെങ്കിൽ ഒരു മോനിന് ഒരു പനി വരുമായിരുന്നു. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു പനി വരുമായിരുന്നു. ആ സമയത്തിലാണെങ്കിൽ പനി വന്നപ്പം കൊച്ചിനെ ഞങ്ങൾ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ ദിവസം ഡോക്ടർ പറയുമായിരുന്നു
കൊച്ചിനെ കാണാൻ ഒരു ഡിഫറൻ്റ് ഉണ്ട്, വലിയ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ തിരുവനന്തപുരം കിംസിലോട്ട് കൊച്ചിനെ കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ കൊച്ചിനെ ICUലോട്ടാക്കി. അപ്പം കൊച്ചിന് മെനിഞ്ചൈറ്റീസ് ആയിരുന്നു. അപ്പം ദൈവമേ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കൊരു സമയം പോലും തരുന്നില്ലല്ലോ, അടുത്തടുത്ത് ഇങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ വരുന്നെന്ന് ഞാൻ കരയുമായിരുന്നു. പിറ്റേ ദിവസം തന്നെ അടുത്ത മോനും പനിയാണ്. അതുപോലെ തന്നെ ആ മോൻ ICUലാണ്. എൻ്റെ 2 മോന്മാരും ICUലായിരുന്നു. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിള്ളേർ ചെറുപ്പമായത് കാരണം എന്നെ അകത്ത് വിടുമായിരുന്നു. അപ്പം ഞാൻ കൊന്തു ചെല്ലുമായിരുന്നു. പിന്നെ ഈ ബൈബിള് അവിടെ അകത്തുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പ്രാർത്ഥനയൊക്കെ ഞാൻ അവിടെ നിന്ന് ചെല്ലുമായിരുന്നു. പിന്നെ പിള്ളേർ കാശ് രൂപമുണ്ട്. പിള്ളേർ പറയുമായിരുന്നു, ഇവന്മാർ പറയാം, കൃപാസനത്തമ്മ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഈ 2 പിള്ളേരും പറയുമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഒരു 3 ദിവസം ആവുന്ന സമയം പിള്ളേർ 2 പേരും ICUവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അവർ കിട്ടത്തില്ല എന്ന് ഞങ്ങൾ ഓർത്തതാ. ഒരു പ്രശ്നമായില്ല. ഞങ്ങളുടെ പിള്ളേർ നല്ലതുപോലെ തിരിച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ എനിക്ക് ബില്ലടയ്ക്കാനുള്ള പ്രശ്നം വന്നായിരുന്നു. അപ്പം ഞാൻ എവിടെ പോകുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന സമയം തന്നെയാണ് എൻ്റെ ഒരു റിലേറ്റീവാണ്. അവർ വിളിച്ച് പറയുവാണേ, അതേ എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട്, ഞങ്ങൾ ഇട്ട് തരാം അക്കൗണ്ടിലോട്ട്, നീ ആണെങ്കിൽ ഡിസ്ചാർജായി വന്നോളണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വന്നു. അതും അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തിൽ ഇന്നൊരു വിഷയം നടന്നത്. എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ലേസർ മെഷീനാണ്. ആ മെഷീനാണ് പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയം അത് ബ്രോക്കണായിപ്പോയി. ബ്രോക്കണായപ്പോൾ പിന്നെ അത് വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പം തന്നെ ഞാൻ HR ഇൻഫോം ചെയ്തു. അപ്പം അവിടെ എൻജിനീയർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, അതെ ഇത് ഏത് സ്റ്റാഫാണ് യൂസ് ചെയ്തത് അവരുടെ പ്രശ്നമാണ് എന്നവർ പറയുമായിരുന്നു. അപ്പം എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യുമായിരുന്നു. എന്നോട് പറഞ്ഞു 10,000 റിയാൽ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പേപ്പറിലൊക്കെ സൈന് മേടിച്ച്. അപ്പം ഞാൻ അപ്പം എൻ്റെ അകത്തിരുന്ന ഒരാൾ പറയുക, സൈൻ ഇടല്ലേ എന്ന് പറയുക. അപ്പം ഞാൻ സൈൻ ഇട്ട് കൊടുത്തില്ല. 10,000 എന്ന് പറയുന്ന സമയം നമ്മുടെ നാട്ടിൽ 2.25 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ മാനേജറോട് സംസാരിക്കാൻ പോയി. ആ സമയത്തിൽ എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പ് പിടിച്ചുകൊണ്ട് പോയി. ആ പുള്ളിക്കാരന് നമ്മളോട് സംസാരിക്കത്തൊന്നുമില്ല. ഞാൻ പോയപ്പം അവിടെ പോകുന്ന സമയം അവരറിയാതെ ആ ഉപ്പ് അവിടെ ഇട്ട് കഴിഞ്ഞ് ഞാൻ അകത്തേറി അവരോട് സംസാരിച്ചായിരുന്നു. അപ്പം തന്നെ അവർ എന്നാൽ നിങ്ങൾ ജോലി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അക്കോമഡേഷനിലോട്ട് ഇരുന്നേത് ഞങ്ങൾ 2 ദിവസം കഴിച്ച് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ HR സംസാരിക്കാൻ പോയി. HR എന്ന് പറയുന്നത് അവിടുത്തെ അറബികളാണ്. പക്ഷെ നമ്മൾ അറബികൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ തന്നെ അതുപോലെ തന്നെ കാശുരൂപം കയ്യിൽ പിടിച്ചു. പിന്നെ എൻ്റെ ഉപ്പ് കയ്യിലുണ്ടായിരുന്നു. അതിലിട്ടിട്ട് ഞാൻ അപ്പം തന്നെ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ ഇതെങ്ങനെ നടന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ പുള്ളിക്കാരി പറയുക, അവൾ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്, എല്ലാവരും റൊട്ടേഷനിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഫൈൻ അടയ്ക്കണമെങ്കിൽ അവൾ മാത്രമല്ല എല്ലാവരും ചേർന്ന് അടയ്ക്കേണ്ടത് എന്ന് പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 രൂപ പോലും ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പം വീട്ടിൽ ഹസ്ബൻഡും പിള്ളേരും ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. അമ്മ മാതാവേ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങളുടെ മമ്മിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരൊക്കെ ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. 1 രൂപ പോലും അടച്ചില്ല. ഒരു പ്രശ്നം പോലും വന്നില്ലാതെ അതിൽ നിന്ന് ഞാൻ മാറിപ്പോയായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പം എൻ്റെ എൻ്റെ നിയോഗത്തിൽ വയ്ക്കാത്തതാ എൻ്റെ അമ്മായിയമ്മയാണ്. എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. അവർ ഞങ്ങളോട് മിണ്ടത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും അമ്മായിയമ്മ മിണ്ടത്തില്ല. ഈ പിള്ളേരോട് പോലും മിണ്ടത്തില്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇപ്പം 4 മാസമായിട്ട് എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ ഞങ്ങളോട് മിണ്ടുന്നുണ്ട്. ഞങ്ങളോട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാനിത് മുട്ടുകുത്തി എൻ്റെ അമ്മേനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്കിതൊന്ന് ചെയ്ത് തരണേന്ന് ചോദിച്ചായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തത് ശേഷം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ 15 കൊല്ലമായിട്ട് പള്ളിയിൽ പോകത്തില്ല, പള്ളിക്ക് പോകത്തില്ല, കുമ്പസാരം ചെയ്യത്തില്ല, ഒരു കൊന്ത ചൊല്ലത്തില്ല, ബൈബിൾ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല, ബൈബിൾ വായിക്കത്തില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് ദിവസം ബൈബിൾ വാസിക്കുന്നുണ്ട്, പിന്നെ കുമ്പസാരം എടുക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. ഇതൊരു വലിയ കൃപയാണ് ദൈവത്തിൻ്റെ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തുപോലെ, കൊന്ത എങ്ങനെ ചൊല്ലുന്നെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇത്ര കൊല്ലമായിട്ട് അവർക്ക് കൊന്ത ചൊല്ലാൻ അറിയത്തില്ല. ഇപ്പോഴാണ് അവർ കൊന്ത ചൊല്ലുന്നതും പിന്നെ ബൈബിൾ വായിക്കുന്നതും
എല്ലാം അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പിള്ളേരും അതുപോലെ തന്നെയാണ്. അവർ കൊന്ത ചൊല്ലത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, ജസ്റ്റ് പള്ളിയിൽ പോകത്തേ ഉള്ളൂ. ഇപ്പം അവർ അങ്ങനെ ഒന്നുമില്ല. പിള്ളേരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് നാട്ടിൽ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയി, എൻ്റെ വൈഫ് കാശ് അയച്ചു തരുന്നതിന് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അവർക്ക് പ്രായമായവർക്ക് ഭക്ഷണവും അവരെ നോക്കാറുണ്ട്. പിന്നെ അവിടെ ക്യാൻസർ സെൻ്ററുകളിൽ പോയി ചെറിയ കൊച്ചു പിള്ളേർക്ക് അല്ലാതെ വലിയ പ്രായമില്ലാത്തവർക്കും ഇവിടുത്തെ പത്രം കൊടുത്ത് എല്ലാവരും ക്രിസ്മസിനും മാതാവിൻ്റെ അടുത്ത് വരാനും എല്ലാത്തിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്.